ഹലോ അസ്സാം വലൈക്കും. റമദാൻ സീരീസിൻ്റെ ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചാൽ നല്ല ക്രിസ്പി സമോസ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ, നല്ല കറുമുറ എന്നുള്ള സമോസയാണ്. അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുക്കുക, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രം കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിൽ ഇതൊന്നായിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ നല്ല മൊരിഞ്ഞു പോവാതെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അതേപോലെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ഇതൊന്ന് മിക്സിയിലെടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനാണ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മസാലക്കൂട്ട് ഓരോന്നോരോന്നായി തയ്യാറാക്കാം. ഇനി ചിക്കൻ അവിടെ നിന്ന് ചൂടാറുമ്പോഴത്തേ നമുക്ക് സമോസയിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഇവിടെ 3 ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ഓയിലിൻ്റെ ബാക്കി എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലാണ് നമ്മൾ ഉള്ളി വഴറ്റാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ളി. നമുക്ക് റമദാനിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത സ്നാക്സ് റെസിപ്പിയാണല്ലേ സമൂസ. അതുകൊണ്ട് തന്നെ റമദാൻ സീരീസിലെ ഡേ 1 തന്നെ ഞാൻ സമൂസ റെസിപ്പി എടുത്തത്. ഉള്ളി നന്നായിട്ട് ആ ഓയിലിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി. കാരണം ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാൻ കഴിയില്ല. റമദാനാണ്, നോമ്പ് പിടിച്ചുകൊണ്ട് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് കുറച്ച് കുറഞ്ഞായാലും പ്രശ്നമില്ല, കൂടി പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും. ഇനി കുറച്ച് സമയം എടുത്താലും ഉള്ളി വഴറ്റിയാൽ മതി. നന്നായിട്ട് ഉള്ളി വഴന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ല, ആ ഉള്ളിക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആകെ ചേർക്കുന്ന മസാല കുറച്ച് ഗരം മസാലയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഗരം മസാല അല്ലെങ്കിൽ കുറച്ച് ബിരിയാണി മസാല ചേർത്താലും മതി. വേറൊരു മസാല ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. എരിവിനാണ് 4 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറിയ ചാറിലിട്ട് ക്രഷ് ചെയ്ത ചിക്കനും കൂടി ചേർത്താൽ നല്ല അടിപൊളി മസാല റെഡിയാണ് കേട്ടോ. ഇനി ഇത് ചേർത്തതിന് ശേഷം ചെറിയ ചൂടിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മസാല റെഡി ആയിക്കണേ. ഇനി സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് മൈദ, ഉപ്പ്, കുറച്ച് ഓയിൽ, വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഷേപ്പ് ഒന്ന് നോക്കണ്ട, മാക്സിമം വലിച്ച് നീട്ടി പരത്തിയെടുക്കുക. ഈ പരത്തിയെടുത്തത് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക. നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ചെയ്യില്ല, അതേപോലെ ഷീറ്റാക്കി എടുക്കുക. എന്നാൽ നല്ല ക്രിസ്പിയായി കിട്ടും സമൂസ. അത് മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റും ഉണ്ടാവും. പൊരിക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി സാധാ ഷീറ്റ് കട്ട് ചെയ്യുന്ന മാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സമൂസൻ്റെ കോണുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിക്കണേ. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കോണാക്കിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മൈദൻ്റെ മിക്സ് ഒട്ടിച്ച് കൊടുത്തിട്ട് അത് നല്ലൊരു കോൺ ഷേപ്പിലാക്കിയിട്ട് അതിൽ മസാലേൻ്റെ ഫില്ലിങ് നിറച്ച് കഴിഞ്ഞ് ആ കോൺ ഷേപ്പിലുള്ള മോൾ ഭാഗത്തും കുറച്ച് മൈദാക്കിയിട്ട് അത് അവിടെ ഒന്ന് തേച്ച് ഒട്ടിച്ച് മടക്കി കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഷേപ്പിൽ സമൂസ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അത് അത്രയും സമൂസ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇനി അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുക. നല്ല